പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ വിദൂരത്തിലിരിക്കുന്ന നിങ്ങളെ ഒന്നിച്ച് കണ്ടുമുട്ടാനുള്ള നമ്മുടെ ഉദ്യമമാണ് ഈ 28-ാം തീയതി ഞായറാഴ്ച കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. ലോക ടെലിവിഷനിൽ തന്നെ ഇത് പുതിയൊരു ചരിത്രമാണ്. ആദ്യമായിട്ടാണ് പ്രേക്ഷകരും അതേപോലെ ടെലിവിഷൻ ചാനലിലെ പ്രവർത്തകരും ഒന്നിച്ച് സംഗമിക്കുന്നത്. ഈ 28-ാം തീയതി കൊച്ചി കടവന്ത്രയിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് ഈ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുക. 24-ന്റെ പ്രേക്ഷകരെ നമ്മൾ ഒന്നിച്ച് കാണുന്നു. അതുപോലെ അവതാരകരും ഫ്ലവേഴ്സിൻ്റെ കലാകാരന്മാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി. പ്രേക്ഷകരുടെ ആദ്യ സംസ്ഥാന സമ്മേളനം എന്ന ഖ്യാതി കൂടി ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ പല ആളുകളും ഇതിൽ രാഷ്ട്രീയക്കാർ പങ്കെടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർ ഇതിൽ പങ്കെടുക്കില്ല. ചിലപ്പോൾ രാഷ്ട്രീയ ബോധമുള്ളവരുണ്ടാകാം. പക്ഷേ ഇതിൽ രാഷ്ട്രീയമല്ല, ഇതിൽ ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നമ്മുടെ സംഗമത്തിൻ്റെ രാഷ്ട്രീയം, സാധാരണക്കാരെ സഹായിക്കാനുള്ള ഒരു രാഷ്ട്രീയം, അത് മാത്രമാണ് ഇതിനകത്തുള്ളത്. നിഷ്പക്ഷതയുടെ വഴിയിൽ കൂടെ തന്നെയായിരിക്കും സംസ്ഥാന സമ്മേളനം കടന്നു പോകുക. അപ്പോൾ 28-ാം തീയതി നിങ്ങളെ കാണാം. ഇതാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ചില്ലറ വിശദാംശങ്ങൾ. കണ്ടോളൂ. ജനുവരി 28-ന് 2 മണിക്ക് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 24-ലെ പ്രേക്ഷകരുടെ പ്രിയ അവതാരകരും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നതാണ് പരിപാടി. വിവിധ കലാകാരന്മാരും പരിപാടിയിൽ അണിനിരക്കും. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ആദ്യമായി നടക്കുന്ന പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് ഇതിനോടകം ലഭിക്കുന്നത്. സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ രാഷ്ട്രീയ സ്പന്ദനങ്ങളും കൃത്യമായി ജനങ്ങളിലെത്തിക്കുമ്പോഴും പുലർത്തിയ നിഷ്പക്ഷതയാണ് 24-നെ ജനകീയമാക്കിയത്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളാണ് സാധാരണ സമ്മേളനം നടത്താറ്, യുവജന സംഘടനകൾ, അങ്ങനെയൊക്കെയാണ് സമ്മേളനം. ഇതെന്തായാലും സംഗതി കളറാവുമെന്നാണ് തോന്നുന്നത്. 24 പ്രേക്ഷകരുടെ സമ്മേളനം, സംസ്ഥാന സമ്മേളനം ആദ്യമായി വിളിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതൊരു വൈവിധ്യമുള്ള പരിപാടിയാണ്. കളർഫുള്ളാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രധാനപ്പെട്ട മിടുപ്പുകൾക്കും പ്രേക്ഷകർ കഴിഞ്ഞ കാലങ്ങളിൽ ആശ്രയിച്ചതും 24-നെ തന്നെ. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കും സംഗമത്തിൽ പങ്കെടുക്കാം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം ഇതിനോടകം നിരവധി ആളുകളാണ് പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, നമ്മളൊരു ആത്മബന്ധം സ്ഥാപിച്ചിട്ട് എത്രയോ കാലമായി. അപ്പോൾ അങ്ങനെ ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഒന്നിച്ച് കാണുന്ന ഒരു അപൂർവ നിമിഷത്തിനാണ് ഈ 28-ാം തീയതി ഞായറാഴ്ച സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇപ്പോഴും രജിസ്ട്രേഷൻ തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കുടുംബവുമായി വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. ദൂര ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾ പോലും ഉണ്ട്. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ 6235968630 6235968630. ഈ സ്ക്രീനിൽ ആ നമ്പറുണ്ട്. ഇത് കൂടാതെ ഈ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് അഥവാ കഴിയാതെ പോയാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. അവിടെ വന്ന് ഈ സമ്മേളന ഹാളിൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവിടെ ആവശ്യമായ ബൂത്തുകളുണ്ടാകും. അവിടെ രജിസ്റ്റർ ചെയ്തും നിങ്ങൾക്കിതിൽ പ്രവേശനം നേടാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാം അവിടെ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ സംസ്ഥാന സമ്മേളനം നമുക്ക് കളറാക്കണം. A.R. റഹീം പറഞ്ഞതുപോലെ പൊടി പിടിക്കണം. കാര്യം സാധാരണഗതിയിൽ വലിയ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയാണ് സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഒക്കെ നടത്തുന്നത്. എന്നാൽ നമുക്കും ശ്രമിച്ചാൽ ഒരു സംസ്ഥാന സമ്മേളനം നടത്താം എന്ന് നമ്മൾ തെളിയിക്കുന്നു. 28-ാം തീയതി 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.